മരണത്തെ ഇത്രമേൽ പ്രണയിച്ച മറ്റൊരു മനുഷ്യനുണ്ടാവില്ല. ചുട്ടുപഴുത്ത മരുഭൂമിയിൽ നിന്ന് ബാഗ്ദാദിലെ ടൈഗ്രീസ് നദീതീരത്തെ കഴുമരം വരെ നീണ്ട ആ മനുഷ്യന്റെ ജീവിതം കേവലം ഒരു സൂഫിയുടേതായിരുന്നില്ല, മറിച്ച് ദൈവമെന്ന മഹാസത്യത്തിൽ സ്വയം ഉരുകിത്തീർന്ന ഒരു ആത്മാവിൻ്റെതായിരുന്നു. സൂഫി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദ പുരുഷനാണ് മൻസൂർ അൽ ഹല്ലാജ്. ഹല്ലാജിന്റെ ജീവിതം ഒരു ചരിത്രരേഖ മാത്രമല്ല, അത് പ്രണയത്തിന്റെയും വിപ്ലവത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ചോര നനഞ്ഞ ഇതിഹാസമാണ്. കഴുമരത്തിന് താഴെ കൈകൾ കെട്ടി നിൽക്കുമ്പോൾ പോലും തന്റെ ആദർശം കൈവിടാതെ ഒരു പുഞ്ചിരിയോടെ മരണത്തെ വരവേറ്റ മനുഷ്യനാണ് മൻസൂർ ഹല്ലാജ്. കേവലം ഒരു ആത്മീയ ഗുരു എന്നതിലുപരി കവി, ദാർശനികൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ രീതിയിലെല്ലാം വായിക്കപ്പെട്ട സൂഫിയാണ് ഹല്ലാജ്. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഹല്ലാജിന്റെ ജീവിതത്തെക്കുറിച്ചും ഫിലോസഫിയെക്കുറിച്ചുമാണ്. സ്വാഗതം. സൂഫി ചരിത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിവാദ പുരുഷനും സ്വാധീന ശക്തിയുള്ള വ്യക്തിയുമാണ് ഹല്ലാജ്. അബു അൽ മുഹീദ് അൽ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ് എന്നാണ് ഹല്ലാജിന്റെ പൂർണ്ണനാമം. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം കേവലം ഒരു ആത്മീയ ഗുരു എന്നതിലുപരി ഒരു കവി, ദാർശനികൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം അറിയപ്പെട്ട വ്യക്തിയായിരുന്നു. അനൽ ഹക്ക് അഥവാ ഞാൻ തന്നെയാകുന്നു സത്യം എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രഖ്യാപനം നൂറ്റാണ്ടുകളായുള്ള തിയോളജിക്കൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മീയ ഐക്യത്തെക്കുറിച്ചുള്ള ഹല്ലാജിന്റെ കാഴ്ചപ്പാടുകൾ അക്കാലത്തെ യാഥാസ്ഥിക മതപണ്ഡിതരെ പ്രകോപിപ്പിക്കുകയും അത് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിക്കുകയും ചെയ്തു. ഹിജറ 244 അതായത് ക്രിസ്തുവർഷം 858 പേർഷ്യയിലെ അഥവാ ഇന്നത്തെ ഇറാനിലെ ഫാർസ് പ്രവിശ്യയിലുള്ള തൂർ എന്ന ഗ്രാമത്തിലാണ് ഹല്ലാജ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഒരു സ്വരാഷ്ട്രീയൻ മതം പിന്തുടരുന്ന വ്യക്തിയായിരുന്നു. പരുത്തി വൃത്തിയാക്കുന്ന ജോലി ചെയ്തിരുന്ന പിതാവിന്റെ തൊഴിലിൽ നിന്നാണ് അദ്ദേഹത്തിന് അൽ ഹല്ലാജ് എന്ന പേര് ലഭിച്ചത്. ഹല്ലാജ് എന്നാൽ പരുത്തി വൃത്തിയാക്കുന്നവൻ എന്നാണ് അറബിയിൽ അർത്ഥം. ഹല്ലാജിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബം ഇറാഖിലെ വാസിത്ത് എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറുന്നുണ്ട്. ഹല്ലാജിന്റെ ഔദ്യോഗിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഈ നഗരത്തിൽ നിന്നാണ്. അന്നത്തെ ഏതൊരു കുട്ടിയെയും പോലെ ആദ്യം ഹല്ലാജ് പഠിക്കുന്നത് ഖുർആൻ തന്നെയാണ്. 12-ാം വയസ്സിൽ ഹല്ലാജ് ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമാക്കുന്നുണ്ട്. ബുദ്ധിശക്തി കൂടുതലുള്ള കുട്ടിയായിരുന്നു ഹല്ലാജ്. ഖുർആൻ മനഃപ്പാടമാക്കുന്നതോടൊപ്പം ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യവും ഹല്ലാജ് നേടുന്നുണ്ട്. പക്ഷേ അതിൽ തൃപ്തനായിരുന്നില്ല ഹല്ലാജ്. ഖുർആനിലെ ഓരോ ആയത്തിന്റെയും ആന്തരിക അർത്ഥങ്ങൾ അന്വേഷിക്കാൻ ഹല്ലാജ് താല്പര്യം കാണിച്ചു. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രശസ്ത സൂഫി പണ്ഡിതനായ സഹൽ അൽ തുസ്തരിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. സൂഫിസത്തിന്റെ ആദ്യ പാഠങ്ങൾ തുസ്തരിയുടെ കീഴിൽ നിന്നാണ് ഹല്ലാജ് പഠിച്ചെടുക്കുന്നത്. ആത്മീയ അച്ചടക്കത്തെക്കുറിച്ചും ആത്മാവിലെ ദൈവിക ചൈതന്യത്തെക്കുറിച്ചും തുസ്തരിയിൽ നിന്ന് ഹല്ലാജ് പഠിച്ചെടുത്തു. തുസ്തരിയുടെ ശിഷ്യനായി 2 വർഷത്തോളം ഹല്ലാജ് അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു. പിന്നീട് ഹല്ലാജ് ബസ്രയിലേക്ക് താമസം മാറി. അമ്ർ അൽ മക്കിയായിരുന്നു ബസ്രയിലെ ഹല്ലാജിന്റെ ഗുരു. അമ്രിൽ നിന്നാണ് അദ്ദേഹം സൂഫി വസ്ത്രമായ കിർക്ക സ്വീകരിക്കുന്നത്. നീളത്തിലുള്ള കുർത്ത പോലുള്ള വസ്ത്രമാണ് കിർക്ക എന്ന സൂഫി വസ്ത്രം. ഭൗതികമായ എല്ലാ ആസക്തികളെയും ഉപേക്ഷിച്ച് ദൈവം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം ജീവിക്കുന്ന സൂഫികളാണ് കിർക്ക ധരിക്കുക. ആ വസ്ത്രം ധരിക്കുന്നതോടെ ഒരാൾ സൂഫി മാർഗത്തിൽ പ്രവേശിക്കുകയും മെറ്റീരിയൽ വേൾഡിൽ നിന്ന് അകന്നു എന്നുമാണ് അർത്ഥം. ഇവിടെ മുതലാണ് മൻസൂർ അൽ ഹല്ലാജ് എന്ന സൂഫി ജനിക്കുന്നത്. ഇതൊക്കെയാണ് ഹല്ലാജിനെ കുറിച്ചുള്ള ചെറുവിവരണം. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഫിലോസഫിയിലേക്ക് കടക്കാം. 2 ആത്മീയ ദർശനങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഹല്ലാജ് മുന്നോട്ട് വെച്ചത്. 1 അന അൽ ഹക്ക്, 2 ഹുലൂൽ. രണ്ടും തുടർച്ച തന്നെയാണെങ്കിലും ആദ്യം എന്താണ് ഹുലൂൽ എന്ന് പറയാം. സ്പിരിച്വൽ യൂണിയൻ അഥവാ ആത്മീയ ലയനമാണ് ഹുലൂൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ദൈവവും മനുഷ്യനും രണ്ടല്ലാത്ത അവസ്ഥയാണ് ഹുലൂൽ. മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം സെൽഫ് എന്ന് പറയുന്നതാണ്. ദൈവാസ്തിത്വവും മനുഷ്യന്റെ സെൽഫ് അഥവാ ഒരു മനുഷ്യന്റെ ഞാനെന്ന ബോധത്തിന്റെ സത്തയും രണ്ടല്ലാത്ത അവസ്ഥയാണ് ഹുലൂൽ. ഹുലൂൽ എന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശാരീരികമായ ഒത്തുചേരലല്ല, മറിച്ച് അതൊരു അഗാധമായ ആത്മീയ അനുഭവമാണ്. ഈ അവസ്ഥയിൽ ഒരു സൂഫിക്ക് തന്റെ ഉള്ളിൽ ദൈവസാന്നിധ്യം അതിശക്തമായി അനുഭവപ്പെടുകയും താനും ദൈവവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാകുന്നതായി തോന്നുകയും ചെയ്യുന്നു. ഹല്ലാജിന്റെ അഭിപ്രായത്തിൽ ദൈവത്തിന്റെ സ്നേഹവും സാന്നിധ്യവും കൊണ്ട് ഭക്തൻ പൂർണ്ണമായും വലയം ചെയ്യപ്പെടുന്ന അവസ്ഥയാണിത്. ഈ അവസ്ഥയിലാണ് ഹല്ലാജ് അനൽ ഹക്ക് എന്ന് ഉരുവിട്ടതും പിന്നീട് അത് ഉറക്കെ പ്രഖ്യാപിച്ചതും.
അതുകൊണ്ടാണ് രണ്ടും ഒന്നിന്റെ തുടർച്ചയാണ് എന്ന് പറഞ്ഞത്. ഹുലൂൽ എന്ന അവസ്ഥ സൂഫിസത്തിലെ രണ്ട് ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് ഫനാഹ്, രണ്ട് ബക്കാഹ്. സ്വന്തം അഹത്തെ അഥവാ ഈഗോയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് ഫന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വ്യക്തിക്ക് ഞാൻ എന്ന ബോധം നഷ്ടപ്പെടുന്നു. ഞാൻ എന്ന പദം ഈ ലോകത്ത് ഒരു വ്യക്തിയെ മാത്രം സൂചിപ്പിക്കുന്ന പദമാണ്. ഞാൻ എന്ന് വീഡിയോ അവതരിപ്പിക്കുന്ന വ്യക്തിയായി ഞാൻ പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ എന്ന ബോധത്തെ മാത്രമാണ്. മറ്റൊരു വസ്തുവിനെയോ വ്യക്തിയെയോ ഞാൻ എന്ന സർവനാമം കൊണ്ട് സൂചിപ്പിക്കാൻ കഴിയില്ല. ഈ ഞാൻ ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഫന. ഫന എന്ന അവസ്ഥയിൽ ഒരുവന് അഹംബോധം നഷ്ടമാകുന്നു, അഥവാ ആ അഹംബോധത്തെ തച്ചു തകർത്തുകൊണ്ട് ആ വ്യക്തി പുറത്തു വരുന്നു. ഒരു പ്യൂപ്പയിൽ നിന്ന് ചിത്രശലഭം പുറത്തു വരുന്ന പോലെ ഒരു സൂഫിയുടെ ജീവിതത്തിലെ ഫന എന്ന ഘട്ടത്തിനപ്പുറമുള്ള അവസ്ഥയാണ് ബക്ക. അയാളുടെ ഞാൻ എന്ന ബോധം അഥവാ അഹംബോധം നശിക്കുകയും ഇപ്പോൾ അയാൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തിലുമാണെന്ന് അയാൾ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ബക്ക. അഥവാ ദൈവാസ്തിത്വത്തിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും നിലനിൽക്കുന്നില്ലെന്ന് അയാൾ തിരിച്ചറിയുന്ന അവസ്ഥ. ഫന എന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടൊപ്പമുള്ള നിത്യമായ അസ്തിത്വം അഥവാ എറ്റേണൽ എക്സിസ്റ്റൻസ് ആ വ്യക്തി അനുഭവിക്കുന്നു. ഈ ഘട്ടത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള അതിരുകൾ നേർത്തതാവുകയും അഥവാ അങ്ങനെ ഒരു അതിരി ഇല്ല എന്ന് സൂഫി അനുഭവിച്ചറിയുകയും അയാളും ദൈവവുമായി ഒന്നായതുപോലെയുള്ള അനുഭവം സൂഫിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ബക്ക എന്ന അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഹല്ലാജ് അനൽ ഹക്ക് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. ഹല്ലാജിന്റെ ഈ വാദത്തെ ഗസാലിയെ പോലുള്ള പണ്ഡിതർ വിമർശിച്ചിട്ടുണ്ട്. ദൈവം സൃഷ്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനും അതീതനുമാണെന്നതാണ് ഇസ്ലാമിക വിശ്വാസമെന്നും അതിനാൽ ദൈവവും മനുഷ്യനും ഒന്നാകുന്നു എന്ന വാദം അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ കഴിയില്ലെന്നും ഗസാലി വാദിച്ചു. സൂഫികളുടെ ഇത്തരം പ്രയോഗങ്ങൾ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും സാമീപ്യത്തിന്റെയും ആലങ്കാരികമായ പ്രയോഗങ്ങളായി മാത്രമേ കാണാവൂ എന്നും ഗസാലി വ്യക്തമാക്കുന്നുണ്ട്. ഹുലൂൽ എന്ന തിയറിയുടെ തുടർച്ച തന്നെയാണ് അനൽ ഹക്ക് എന്ന ഹല്ലാജിന്റെ പ്രഖ്യാപനവും. അന അഥവാ ഞാൻ എന്ന ഈഗോയുടെ അല്ലെങ്കിൽ അഹംബോധത്തിന്റെ നിരാസമാണ് അനൽ ഹക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ചുരുക്കത്തിൽ പറയാം. ഞാൻ എന്ന ബോധം നിലനിൽക്കുന്നില്ലെന്നും നിലനിൽക്കുന്നത് ദൈവം എന്ന അസ്തിത്വം മാത്രമാണെന്നും ഒരാൾ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ഇത്. അന അൽ ഹക്ക് എന്ന് പറയുമ്പോൾ അന എന്ന ബോധത്തെ വെട്ടുകയും ആ ബോധത്തെ അൽ ഹക്ക് എന്ന നിത്യസത്യത്തിലേക്ക് ആരോപിക്കുകയുമാണ് ഹല്ലാജി ചെയ്യുന്നത്. അഹംബോധത്തിന്റെ നിരാസമാണ് അഥവാ സെൽഫ് നെഗേഷനാണ് ഈ പ്രയോഗത്തിലൂടെ ഹല്ലാജി ചെയ്യുന്നത്. ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന സങ്കല്പത്തോട് ഹല്ലാജിന്റെ ദർശനത്തിന് വലിയ സാമ്യമുണ്ടെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള എഴുത്തുകാർ നിരീക്ഷിക്കുന്നുണ്ട്. റൂമി ഹല്ലാജിന്റെ ഈ അവസ്ഥയെ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഒരു ആലയിൽ വെച്ച് കൊല്ലപ്പണിക്കാരൻ ഉലയിലിട്ട് ഒരു ഇരുമ്പ് കത്തി പഴുപ്പിച്ചെടുക്കുകയാണ്. ചുവന്നു വരുന്ന ഇരുമ്പ് ഒരു സമയമെത്തുമ്പോൾ തീ തന്നെയായി മാറുന്നു. തീ ഏതാണ് ഇരുമ്പ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരും. ഈ സമയം ഇരുമ്പ് താനാണ് അഗ്നിയെന്ന് കരുതുന്നത് പോലെയാണ് ഹല്ലാജിന്റെ അവസ്ഥ എന്നാണ് റൂമി പറഞ്ഞത്. എന്നാൽ എന്താണ് ഹല്ലാജ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ അന്നത്തെ മതപണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല. അവർ അദ്ദേഹത്തെ മതനിഷേധിയായി കണ്ടു. അവസാനം ഹല്ലാജിനെ അവർ തൂക്കിലേറ്റി. ഹല്ലാജിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അവസാനത്തിൽ പറയാം. ഒരുപാട് യാത്രകൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഹല്ലാജ്. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം യാത്രകൾക്കായി ചിലവഴിച്ചു. ഹല്ലാജ് 3 തവണ മക്കയിലേക്ക് തീർത്ഥാടനം നടത്തുന്നുണ്ട്. ആദ്യമായി മക്കയിലെത്തുമ്പോൾ ഹല്ലാജ് ഒരു വർഷത്തോളം അവിടെ താമസിച്ചു. സദാസമയം പ്രാർത്ഥനയിൽ മുഴുകിയാണ് ഹല്ലാജ് മക്കയിൽ ചിലവഴിച്ചത്. നോമ്പെടുക്കുന്നതോടൊപ്പം കടുത്ത മൗനവ്രതവും ഈ കാലയളവിൽ ഹല്ലാജ് ശീലിക്കുന്നുണ്ട്. ഇന്ത്യയിലെ കാശ്മീരിലേക്കും ഹല്ലാജ് വന്നിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. ഒരു ഫക്കീറായാണ് ഹല്ലാജ് യാത്രകൾ അത്രയും നടത്തിയത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ അദ്ദേഹത്തിനായി. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സൂഫി ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ജനങ്ങളുടെ ഹൃദയരഹസ്യങ്ങൾ തിരിച്ചറിയാൻ ഹല്ലാജിന് പ്രത്യേക കഴിവുണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ സമകാലികന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനാലാണ് അദ്ദേഹത്തിന് അല്ലാജ് അൽ അസ്റാർ എന്ന പേര് വന്നത്. ഹൃദയരഹസ്യങ്ങളെ ചീകി വൃത്തിയാക്കുന്നവൻ എന്നാണ് ഈ വിളിപ്പേരിനർത്ഥം. ഹല്ലാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം കിതാബ് അൽ തവാസീനാണ്. മതവിരുദ്ധത ആരോപിക്കപ്പെട്ട് ജയിലിലായ സമയത്ത് ജയിലിൽ വെച്ചാണ് അദ്ദേഹം ഈ ഗ്രന്ഥം പൂർത്തിയാക്കിയത്. ഇതിൽ അദ്ദേഹം തന്റെ മിസ്റ്റിക് ദർശനങ്ങളെ രേഖാചിത്രങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും വിശദീകരിക്കുന്നുണ്ട്. ഇബ്ലീസിനെ ഒരു യഥാർത്ഥ ഏകദൈവ വിശ്വാസിയായാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ചിത്രീകരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാരണം എങ്ങനെയാണ്? ദൈവത്തിന് മുൻപിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും തലകുനിക്കില്ല എന്നതായിരുന്നു ഇബിലീസിന്റെ നിലപാട്. അതുകൊണ്ടാണ് ഇബിലീസ് ആദമിന് മുന്നിൽ സുജൂദ് ചെയ്യാതിരുന്നതെന്നും അതിനാൽ ഇബിലീസാണ് യഥാർത്ഥ ഏകദൈവ വിശ്വാസി എന്നുമാണ് ഈ പുസ്തകത്തിലൂടെ ഹല്ലാജ് പറയുന്നത്. അബ്ബാസിയ ഭരണകൂടം വലിയ തകർച്ച നേരിടുന്ന കാലത്താണ് ഹല്ലാജ് ജീവിച്ചിരുന്നത്. ഭരണകൂടത്തിലെ അഴിമതിയും സാമ്പത്തിക തകർച്ചയും സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു. പൊറുതിമുട്ടിയ ജനങ്ങൾ നടത്തിയ കലാപം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. സഞ്ച് കലാപം എന്നാണ് ഈ വിപ്ലവം അറിയപ്പെടുന്നത്. കറുത്ത വർഗക്കാരായ അടിമകളായിരുന്നു കലാപത്തിന്
നേതൃത്വം നൽകിയിരുന്നത്. ഹല്ലാജിന്റെ ഭാര്യയുടെ കുടുംബത്തിന് ഈ വിപ്ലവകാരികളുമായി ബന്ധമുണ്ടെന്ന് സമൂഹത്തിലെ ഉന്നതർ വാദിക്കുകയും ഭരണകൂടം അദ്ദേഹത്തെയും കുടുംബത്തെയും സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലാജിന്റെ ആത്മീയ ദർശനങ്ങൾ തന്നെയായിരുന്നു അതിനുള്ള പ്രധാന കാരണം. പാവപ്പെട്ടവരെ സഹായിക്കുന്നതും അവർക്ക് ദാനധർമ്മങ്ങൾ നൽകുന്നതും മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂലി കിട്ടുന്ന ആരാധനയാണെന്ന് ഹല്ലാജ് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം പൊളിറ്റിക്കലാണെന്നും സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണത്തിനുള്ള ആഹ്വാനമാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു. ഇത് ഭരണകൂടത്തിന് ഹല്ലാജിനോട് ശത്രുതയുണ്ടാക്കാൻ കാരണമായി. അൽ മുഖ്തദീർ ഭരണകൂടത്തിലെ മന്ത്രിയായിരുന്ന വസീർ ഹമീദ് ഇബ്നു അൽ അബ്ബാസ് ആണ് ആദ്യമായി ഹല്ലാജിനെതിരെ തിരിയുന്നത്. ഹല്ലാജിനെ ഇല്ലാതാക്കാൻ ഗവൺമെന്റിൽ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി. ഇതിന്റെ ഭാഗമായി ഹല്ലാജിന്റെ മേൽ ഭരണകൂടം 3 കുറ്റങ്ങൾ ആരോപിച്ചു. ഒന്നാമതായി ഹല്ലാജ് ദൈവമാണെന്ന് അവകാശപ്പെട്ടു എന്നത്. രണ്ടാമതായി ദൈവിക അസ്തിത്വം മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളുന്നു, അതായത് ഹുലുൽ എന്ന വിശ്വാസം പ്രചരിപ്പിച്ചു എന്നത്. മൂന്നാമതായി മക്കയിലേക്ക് പോകാതെ തന്നെ സ്വന്തം വീട്ടിൽ ആചാരങ്ങൾ നടത്തി ഹജ്ജ് നിർവഹിക്കാമെന്ന് അദ്ദേഹം സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചു എന്നത്. ഈ 3 കുറ്റങ്ങളാണ് ഭരണകൂടം ഹല്ലാജിന് മേൽ ആരോപിച്ചത്. താൻ ഈ ആശയം ഹസൻ ബസ്രിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന് ഹല്ലാജ് വാദിച്ചെങ്കിലും മതകോടതി അത് അംഗീകരിച്ചില്ല. വസീർ ഹമീദിന്റെ നേതൃത്വത്തിൽ നടന്ന വിചാരണയിൽ ഗ്രാൻഡ് കാളി അബു ഉമർ ഹമ്മാദി ഹല്ലാജിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എങ്കിലും 9 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നു. ജയിലിൽ കഴിയുമ്പോഴും അദ്ദേഹം തന്റെ ദർശനങ്ങൾ അനുയായികളുമായി പങ്കുവച്ചിരുന്നു. പശ്ചാത്തപിച്ച് മടങ്ങാൻ രാജകോടതി ഹല്ലാജിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ ആവശ്യത്തോടെല്ലാം പുഞ്ചിരിയായിരുന്നു ഹല്ലാജിന്റെ മറുപടി. പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹല്ലാജിന്റെ മുന്നിലെത്തുന്നവരെയെല്ലാം ഹല്ലാജ് ഇങ്ങനെ പറഞ്ഞു മടക്കി അയച്ചു: വധിക്കപ്പെടുമ്പോഴാണ് എനിക്ക് ജീവിതമുണ്ടാകുന്നത്. എല്ലാ ഗുണങ്ങളും വലിച്ചെറിഞ്ഞ് പ്രിയപ്പെട്ടവന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് സ്നേഹമെന്തെന്ന് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് എന്നെ കൊന്നുകളയുക. ഇതോടെ ഹല്ലാജിനെ വധിക്കാൻ ഖലീഫ ഉത്തരവിട്ടു. വധിക്കാൻ വിധിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പിൽ ഒപ്പുവെക്കാൻ ഹല്ലാജിന്റെ ഗുരുവായ ജുനൈദുൽ ബാഗ്ദാദിയോട് കാളി ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയ ശിഷ്യനെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള പകർപ്പിൽ ഒപ്പുവെക്കാൻ മടിച്ചുകൊണ്ട് ജുനൈദ് മൂകനായി നിന്നു. ഈ സമയം ഹല്ലാജ് ജുനൈദിനോടായി വിളിച്ചു പറഞ്ഞു: ഗുരുവേ, അങ്ങ് സൂഫിസത്തിന്റെ വസ്ത്രം അഴിച്ചുവെക്കൂ. അത് അഴിച്ചുവെച്ചാൽ മാത്രമേ അങ്ങേക്ക് അതിൽ ഒപ്പുവെക്കാൻ സാധിക്കുകയുള്ളൂ. അതോടെ നിയമജ്ഞന്റെ വസ്ത്രമണിഞ്ഞ് ജുനൈദ് പകർപ്പിൽ ഒപ്പുവെച്ചു. ഒപ്പുവെച്ചതിനു ശേഷം ജുനൈദ് പറഞ്ഞുവത്രേ: ഞാനും ഹല്ലാജും ഒന്നു തന്നെ. ഭ്രാന്ത് എന്നെ രക്ഷിച്ചു. യുക്തി ഹല്ലാജിനെ അവസാനിപ്പിച്ചു. അങ്ങനെ വധശിക്ഷയുടെ ദിവസം വന്നെത്തി. ക്രിസ്തുവർഷം 922 മാർച്ച് 26-നാണ് ഹല്ലാജിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത്. ടൈഗ്രീസ് നദീതീരത്ത് 10,000-ങ്ങൾ ഹല്ലാജിന്റെ വധശിക്ഷ കാണാൻ തടിച്ചുകൂടി. ആളുകൾ ഹല്ലാജിനെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞു. ഹല്ലാജ് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായവർ മാത്രം നിശബ്ദം കരഞ്ഞു. ജനക്കൂട്ടത്തിനു മധ്യേ ഹല്ലാജിനെ നിർത്തിക്കൊണ്ട് വിധിപ്പകർപ്പ് രാജകിങ്കരന്മാർ ഉറക്കെ വായിച്ചു. ജനക്കൂട്ടം ആർത്തു ചിരിച്ചു. ഹല്ലാജ് അവരെ നോക്കി നിഗൂഢമായി പുഞ്ചിരിച്ചു. വധശിക്ഷയ്ക്ക് മുന്നോടിയായി 1000 തവണ ചമ്മട്ടി കൊണ്ട് ഹല്ലാജിനെ തുടരെ അടിച്ചു. ശേഷം കൈകൾ വെട്ടിയെടുത്തു. ഹല്ലാജ് നിറകണ്ണുകളോടെ ചിരിച്ചു. ഹല്ലാജിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് രാജഭടന്മാർ അദ്ദേഹത്തിന്റെ കാലുകളും വെട്ടിയെടുത്തു. അപ്പോഴും ഹല്ലാജിന്റെ കണ്ണിലെ ചിരി മാഞ്ഞില്ല. അവശേഷിച്ച കൈഭാഗം കൊണ്ട് ചീറിത്തെറിച്ച തന്റെ രക്തം ഹല്ലാജ് മുഖത്തു പുരട്ടി. സ്വന്തം രക്തം കൊണ്ട് വുളു അഥവാ അംഗശുദ്ധി വരുത്തുകയായിരുന്നു ഹല്ലാജ്. ചകിതനായല്ല താൻ മരണപ്പെടുന്നതെന്ന് പണ്ഡിതരെ അറിയിക്കുകയായിരുന്നു ഹല്ലാജിന്റെ ലക്ഷ്യം. കൈകളും കാലുകളും ഛേദിക്കപ്പെട്ട നിലയിൽ ഹല്ലാജ് ജനമധ്യത്തിൽ നിന്നു. ആളുകൾ ആർത്തട്ടഹസിച്ചു. രക്തമൊലിച്ച ചുവന്ന മുഖത്തോടെ ഹല്ലാജും പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു: ദൈവമേ, ഇവർ നിനക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതിനാൽ ഇവരോട് നീ കരുണ കാണിക്കണമേ. തലവെട്ടാൻ തന്റെ അടുത്തേക്ക് നടന്നു വന്ന ഭടന്മാരെ നോക്കിയാണ് ഹല്ലാജ് ഇത് പറഞ്ഞത്. ശേഷം ജനങ്ങളെ നോക്കി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഒരു സൂഫിയുടെ സ്വർഗാരോഹണം ആരംഭിക്കുന്നത് കഴുമരത്തിൽ നിന്നാണ്. അത് പറഞ്ഞു തീരേണ്ട താമസം. രാഗി മൂർച്ച വരുത്തിയ ആരാച്ചാരുടെ വാൾ ഹല്ലാജിന്റെ ശിരസ് ആ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. രക്തത്തുള്ളികൾ തെറിപ്പിച്ചുകൊണ്ട് ടൈഗ്രീസിന്റെ മണൽപ്പരപ്പിലൂടെ ആ തല ഉരുണ്ടു നീങ്ങി. ശേഷം ഹല്ലാജിന്റെ കൈയും കാലുമില്ലാത്ത ശരീരം ഭടന്മാർ കത്തിച്ചു കളഞ്ഞു. ആചാരം ടൈഗ്രീസ് നദിയിൽ ഒഴുക്കി. തല കുന്തത്തിൽ കോർത്തെടുത്ത് നഗരമധ്യത്തിൽ പ്രദർശിപ്പിച്ചു. ഹല്ലാജ് എന്ന മനുഷ്യൻ അവരെ നോക്കി സ്വർഗത്തിൽ നിന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടാകും.